ദി ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില ഫോർമുലാസും തിയറംസുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ആദ്യം തന്നെ അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം നോക്കാം. നമുക്കൊരു സീക്വൻസ് തരും. ഇവിടെ ഞാൻ സീക്വൻസ് എടുക്കണം 1, 4, 7, 10 എക്സെട്ര. ഇനി ഈ സീക്വൻസ് തന്നിട്ട് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ആദ്യമായിട്ട് വരുന്നത്. ഇനി ആദ്യത്തെ ചോദ്യം 1, 4, 7, 10 എക്സെട്ര. ഇതിന്റെ ഫസ്റ്റ് ടേം അഥവാ ആദ്യ പദം കണ്ടുപിടിക്കാൻ പറയും. ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നു കഴിഞ്ഞാൽ അതിന്റെ ആദ്യ പദം എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിലെ ആദ്യത്തെ ടേം അഥവാ ആദ്യത്തെ പദമാണ് ആദ്യ പദം. ഇവിടെ ഏതാണ്? 1. ഇനി രണ്ടാമതായി വരുന്ന ചോദ്യം കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാനാണ്. എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്? അടുത്തടുത്ത രണ്ട് ടേംസ് അഥവാ പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ് കോമൺ ഡിഫറൻസ്. ഇവിടെ 4ഉം 1ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 4ൽ നിന്ന് 1 പോയാൽ 3. 7ഉം 4ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 7ൽ നിന്ന് 4 പോയാൽ 3. 10ഉം 7ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 10ൽ നിന്ന് 7 പോയാൽ 3. അപ്പോൾ ഡി എന്താണ് കിട്ടിയത്? 3. ഇവിടെ മറ്റൊരു ചോദ്യം കൂടെ വരാൻ സാധ്യതയുണ്ട്. ഒരു സീക്വൻസ് അഥവാ ഒരു ശ്രേണി തന്നിട്ട് നമ്മളോട് ചോദിക്കും ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ ഒരുപോലെ ആയാൽ നമുക്ക് എന്ത് പറയാം? അതൊരു അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണ്. ഫോർ എക്സാമ്പിൾ 2, 3, 6, 8 എക്സെട്ര. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? 3ൽ നിന്ന് 2 പോയാൽ എത്രയാണ്? 1 ആണ്. 6ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 3 ആണ്. 8ൽ നിന്ന് 6 പോയാൽ എത്രയാണ്? 2 ആണ്. ഇവിടെ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്താണ്? ഡിഫറന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് അല്ല. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയാണെങ്കിൽ അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ തുല്യമായിരിക്കും. ഇനി ഇവിടെ മൂന്നാമത് വരാൻ സാധ്യതയുള്ള ചോദ്യം ഇവിടെ 1, 4, 7, 10 എന്നീ സംഖ്യകൾ തന്നിട്ടുണ്ട്. ഇനി അഞ്ചാമത്തെ ടേം അതായത് 10ന് ശേഷമുള്ള നെക്സ്റ്റ് ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറയും. 1ൽ നിന്ന് 3 കൂട്ടിയപ്പോൾ 4 കിട്ടി. 4ൽ നിന്ന് 3 കൂട്ടിയപ്പോൾ 7 കിട്ടി. 7ൽ നിന്ന് 3 കൂട്ടിയപ്പോൾ 10 കിട്ടി. 10നോട് 3 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. 10 + 3 നെക്സ്റ്റ് ടേം എത്രയാണ്? 13. ഇനി നാലാമത്തെ ചോദ്യം ഈ സീക്വൻസ് ഈ അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം അഥവാ ബീജഗണിത രൂപം എഴുതാൻ പറയും. ആൾജിബ്രൈക് ഫോം കാണാൻ ഉള്ള ഇക്വേഷൻ എന്താണ്? ആൾജിബ്രൈക് ഫോം ഈക്വൽ ടു dn + f - d. ഓക്കെ, ഇവിടെ ഡിയും എഫും നമുക്ക് അറിയാം. ഡി എന്താണ്? 3n + f എന്താണ്? 1 - 3 ഈക്വൽ ടു 3n - 1 - 3 എന്ന് പറയുന്നത് -2. അപ്പോ ഈ സീക്വൻസിന്റെ ആൾജിബ്രൈക് ഫോം എന്താണ്? 3n - 2 ആണ്. ഇനി അഞ്ചാമതായി ചോദിക്കുന്ന ചോദ്യം ഇതിലെ ഏതെങ്കിലും nth ടേം കണ്ടുപിടിക്കാൻ, അതായത് 21th ടേം അല്ലെങ്കിൽ 20th ടേം ഒക്കെ കണ്ടുപിടിക്കാൻ പറയും. ഇനി 21th ടേം ആണെങ്കിൽ അതിനുള്ള ഇക്വേഷനും ഇത് തന്നെയാണ്. dn + f - d. ആൾജിബ്രൈക് ഫോമിൽ എന്നിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കില്ല. ഏതെങ്കിലും ഒരു ടേം കണ്ടുപിടിക്കാൻ പറയുമ്പോൾ ആ ടേമിന്റെ പൊസിഷൻ ആണ് n എന്ന് പറയുന്നത്. d 3 ആണ്. 3 × n എന്ന് പറയുന്നത് 21ാമത്തെ പദമാണ്. പ്ലസ് 1 - 3 ഈക്വൽ ടു 3 × 21 എത്രയാണ്? 63. 63 + 1 - 3 -2. 63ൽ നിന്നും 2 പോയി കഴിഞ്ഞാൽ എത്ര വരും? 61. അപ്പൊ 21th ടേം എത്രയാണ്? 61 ആണ്. ഇനി അവസാനമായി ഇതിൽ നിന്ന് വരുന്ന ചോദ്യം ഈസ് 58 ഈസ് എ ടേം ഓഫ് ദി സീക്വൻസ്. അതായത് 58 എന്ന നമ്പർ ഈ സീക്വൻസ് അഥവാ ഈ സമാന്തര ശ്രേണിയിലെ ഒരു പദമാണോ എന്ന് ചോദിക്കും. ഓക്കെ, അതെങ്ങനെയാണ് ആൻസർ ചെയ്യുക? ഇവിടുത്തെ ഒരു തിയറം ഉപയോഗിച്ചാണ് നമ്മൾ അത് ആൻസർ ചെയ്യുന്നത്. All terms of a sequence have equal remainder when the terms are divided by the common difference. എന്താണ് നമ്മുടെ തിയറം പറയുന്നത്? ഒരു സീക്വൻസ് ഉണ്ട് 1, 4, 7, 10. ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എത്രയാണ്? 3. അപ്പോൾ ഈ സീക്വൻസിലെ ഏതൊരു പദത്തെയും 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ തുല്യമായിരിക്കും. അതായത് 4നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4ൽ എത്ര 3 ഉണ്ട്? 1 × 3 3. 4ൽ നിന്ന് 3 പോയാൽ 1. റിമൈൻഡർ നമുക്ക് എത്രയാ കിട്ടിയത്? 1 ആണ്. അതുപോലെ തന്നെ 7നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടുന്നത്? അതും 1 തന്നെയാണ്. അതുപോലെ 10നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 1 ആണ്. അതായത് ഈ സീക്വൻസിലെ അരിത്മെറ്റിക് സീക്വൻസിലെ ഏതൊരു പദത്തെയും 3 കൊണ്ട് അഥവാ ഇതിന്റെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ശിഷ്ടം അഥവാ റിമൈൻഡർ സെയിം ആയിരിക്കും. ഈ ഒരു തിയറം ഉപയോഗിച്ചിട്ടാണ് ഈ ചോദ്യത്തിന് നമ്മൾ ഉത്തരം എഴുതുന്നത്. നമ്മൾ എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ സീക്വൻസിലെ ഏതെങ്കിലും ഒരു ടേം എടുത്ത് കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്ന് നോക്കുക. എത്രയാണ്? 1 ആണ്. ഇനി ഇതേപോലെ 58നെയും അതേ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5ൽ എത്ര 3 ഉണ്ട്? 1. 1 × 3 3. 5ൽ നിന്ന് 3 പോയാൽ 2.
28ൽ എത്ര 3 ഉണ്ട്? 9. 9 × 3 27. 28ൽ നിന്ന് 27 പോയാൽ 1. അപ്പൊ നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടിയത്? 1 തന്നെയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? 58 ഈസ് എ ടേം ഓഫ് ദിസ് സീക്വൻസ്. ഇനി രണ്ടാമതായി ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, ആൾജിബ്രായിക് ഫോം തരും, എന്നിട്ട് അതിൽ നിന്ന് ഫസ്റ്റ് ടേം, കോമൺ ഡിഫറൻസ്, ഇതൊക്കെ കണ്ടുപിടിക്കാൻ പറയും. ഒരു എക്സാമ്പിൾ ആയിട്ട് 4n+1 ഇതാണ് നമ്മുടെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിതം. ഇനി ഇതിൽ നിന്ന് ആദ്യമായി ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ പറയും. കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കണ്ടുപിടിക്കാൻ പറയും. ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് nth ടേം, ബാക്കി ഇതിന്റെ മുന്നേ ഉള്ള ചോദ്യങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എങ്ങനെയാണ് ആൾജിബ്രായിക് ഫോമിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക നോക്കാം. നമുക്കറിയാം ആൾജിബ്രായിക് ഫോം കാണാനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരുന്നു, dn + f - d ആണ്. അതിന്റെ സ്ഥാനത്ത് ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആൾജിബ്രായിക് ഫോം എന്താണ്? 4n+1 ആണ്. ഈ ഇക്വേഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും dn ഉം 4n ഉം തുല്യമാണ്. അതുപോലെ f - d യും 1 ഉം തുല്യമാണ്. dn = 4n എന്ന് പറഞ്ഞാൽ എന്താണ്? d = 4 ആണ്. അതായത് കോമൺ ഡിഫറൻസ് 4 ആണ്. ഇനി നമുക്ക് തന്നിട്ടുള്ള f - d എന്താണ്? 1 ആണ്. f - d ന്റെ സ്ഥാനത്ത് 4 ഇട്ട് കൊടുത്താൽ 1. f = 1 + 4 = 5. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ടേം എന്നത് 5 ആണ്, കോമൺ ഡിഫറൻസ് എന്നത് 4 ആണ്. മൂന്നാമതായി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, d = ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഈ ഒരു തിയറത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് മൂന്നാമതായി അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണി എന്ന പാഠഭാഗത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് ഒരു ചോദ്യം പറയാം. ഇൻ ആൻ അരിത്മെറ്റിക് സീക്വൻസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 5th ആൻഡ് 8th ടേം ഈസ് 12. എന്താ പറഞ്ഞിട്ടുള്ളത്? 5th ടേമും അതുപോലെ 8th ടേമും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? 12 ആണ് എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മളോട് കണ്ടുപിടിക്കേണ്ട ചോദ്യം, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ 15th ആൻഡ് 9th ടേം? ഇതെങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഈ ഒരു തിയറം ഉപയോഗിച്ചാണ് ഇത് നമ്മൾ കണ്ടുപിടിക്കുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡിഫറൻസ് ബിറ്റ്വീൻ 5th ആൻഡ് 9th ടേം. ഈ ഇക്വേഷനിൽ എന്താ പറയുന്നത്? d എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസമാണ്. ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് പദങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. പൊസിഷൻ ഡിഫറൻസ് എന്ന് പറയുന്നത് പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ നമുക്ക് പദങ്ങളുടെ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കാം. കാരണം 15ഉം 9ഉം ആണ് ടേമുകളുടെ സ്ഥാനം തന്നിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് പൊസിഷൻ ഡിഫറൻസ് 15 - 9 ചെയ്താൽ കിട്ടും. ഇനി ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടേം ഡിഫറൻസ് ആണ്. കാരണം ഈ ടേം ഡിഫറൻസ് ബിറ്റ്വീൻ 5th ആൻഡ് 9th ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടേം ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് d കണ്ടുപിടിക്കണം. d കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഡീറ്റെയിൽ ആണ് നമുക്ക് ഈ തന്നിട്ടുള്ള 5th ഉം 8th ടേമും തമ്മിലുള്ള ഡിഫറൻസ് 12 ആണ്. d = നമ്മുടെ ഇക്വേഷൻ ആദ്യം എഴുതുന്നു, ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസിൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? 5th ആൻഡ് 8th ടേമുകളാണെന്ന് തന്നിട്ടുണ്ട്. അതായത് അതിൽ നിന്ന് നമുക്ക് പൊസിഷൻ ഡിഫറൻസ് അഥവാ സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാം. എന്താ? 8 - 5 അഥവാ എന്ത് വരും? 3. ഇനി നമുക്ക് തന്നിട്ടുള്ളത് ഈ ടേംസ് തമ്മിലുള്ള വ്യത്യാസം 12 ആണ്. അതായത് ടേം ഡിഫറൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 12/3 എത്രയാണ്? 4. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോമൺ ഡിഫറൻസ് 4 ആണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് കണ്ടുപിടിച്ചൂടെ? അവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടേം ഡിഫറൻസ് ആണ്. ഈ ഇക്വേഷൻ ചേഞ്ച് ചെയ്താൽ എങ്ങനെ വരും? ടേം ഡിഫറൻസിനെ അവിടെ നിർത്തിയിട്ട് പൊസിഷൻ ഡിഫറൻസിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ d × പൊസിഷൻ ഡിഫറൻസ്. d നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, 4 × പൊസിഷൻ ഡിഫറൻസ് എന്താണ്? 15ഉം 9ഉം. അപ്പോൾ എന്ത്? 15ൽ നിന്ന് 9 പോയാൽ അതാണ് പൊസിഷൻ ഡിഫറൻസ്. 4 × 15ൽ നിന്ന് 9 പോയാൽ എത്രയാണ്? 6. 4 × 6 എത്രയാണ്? 24. അതായത് 15th ഉം 9th ടേം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 24 ആണ്. രണ്ടാമത്തെ ചാപ്റ്റർ സർക്കിൾസ് ആൻഡ് ആംഗിൾസ്, വൃത്തങ്ങളും കോണുകളും. വൃത്തങ്ങളും കോണുകളും എന്ന പാഠഭാഗത്തിൽ നമുക്ക് നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുക നോക്കാം. ഇതിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഇത്. ഇവിടെ നമുക്ക് PR എന്ന 2 പോയിന്റിൽ നിന്നും സർക്കിളിന്റെ സെന്ററിലേക്ക് അഥവാ വൃത്ത കേന്ദ്രത്തിലേക്ക് ഒരു ആംഗിൾ കൊടുത്തിട്ടുണ്ട്. അത് 100 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ നമ്മളോട് അവിടെ കണ്ടുപിടിക്കാൻ പറയുന്നത് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് PSR.
അതായത് PSR എന്ന ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കുക? ഇവിടെ PQR എന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 100 ഡിഗ്രി. ഇതുപോലെ ആംഗിൾ PSR എന്നതിന്റെ ആർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈ ആംഗിൾ ആണ്. നമുക്കറിയാം ഒരു ഫുൾ സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? 360 ഡിഗ്രിയാണ്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്നും 100 ഡിഗ്രി പോയി കഴിഞ്ഞാൽ 260 ഡിഗ്രി. അപ്പോൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് PSR അഥവാ ആർക്ക് PSRന്റെ കേന്ദ്രകോൺ എത്രയാണ്? 260 ഡിഗ്രിയാണ്. ഇനി രണ്ടാമതായി ഇവിടെ ചോദിക്കുന്ന ചോദ്യം ആംഗിൾ PSR കണ്ടുപിടിക്കാനാണ്. ആംഗിൾ PSR എന്നത് എന്താണ്? ഇവിടെ Pയിൽ നിന്ന് ആറിലേക്ക് നമ്മൾ ഒരു കോഡ് അഥവാ ഒരു ഞാണ് വരയ്ക്കുന്നു. ഈ PR എന്ന കോഡിൽ നിന്നും വൃത്ത കേന്ദ്രത്തിൽ വരുന്ന ആംഗിൾ ആണ് 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ PR എന്ന കോഡിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? കേന്ദ്രകോണിന്റെ പകുതിയായിരിക്കും. അതായത് 100/2 ഈക്വൽ ടു 50 ഡിഗ്രിയാണ്. ഇനി മൂന്നാമതായി നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ് ആംഗിൾ PQR എത്രയാണ്? നമുക്കറിയാം PR എന്ന കോഡ് അഥവാ ഞാണിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ x/2 ആണെങ്കിൽ കേന്ദ്രകോണിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വരുന്ന ആംഗിൾ എത്രയായിരിക്കും? 180 മൈനസ് x/2 ആണ്. x എന്നത് എന്താണ്? കേന്ദ്രകോണാണ്. അതായത് 180 മൈനസ് 100/2 എന്ത് വരും? 180 മൈനസ് 50 എത്രയാണ്? 130 ഡിഗ്രിയാണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഫിഗറിൽ നിന്ന് ചോദിക്കുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം. ഇവിടെ AB എന്നൊരു കോഡ് അഥവാ ഞാനുണ്ട്. ഈ AB എന്ന കോഡിന്റെ പ്രത്യേകത എന്താണ്? ഇത് സർക്കിളിന്റെ സെന്ററിലൂടെയാണ് പോകുന്നത്. അതായത് ഈ സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസമാണ് AB എന്നത്. നമുക്കറിയാം സർക്കിളിന്റെ ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾസ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോ അതായത് എന്താണ്? AQB എന്നത് എന്താണ്? 90 ഡിഗ്രിയാണ്. ഇനി ഈ AB എന്ന ഡയമീറ്റർ അഥവാ വ്യാസത്തിൽ നിന്നും വൃത്തത്തിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി അഥവാ 90 ഡിഗ്രിയേക്കാൾ കൂടുതലും AB എന്ന ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിന്റെ പുറത്തേക്ക് വരുന്ന ആംഗിൾ 90 ഡിഗ്രിയേക്കാൾ കുറവുമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ഇവിടെ ഈ ചോദ്യത്തിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് AB ഈസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ. AB എന്നത് ഈ സർക്കിളിന്റെ വ്യാസമാണ്. മെഷർ ആംഗിൾ P, ആംഗിൾ Q, ആംഗിൾ R ആർ ഇൻ അരിത്മെറ്റിക് സീക്വൻസ്. ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ആംഗിൾ ആറും അരിത്മെറ്റിക് സീക്വൻസിലാണ് അഥവാ സമാന്തര ശ്രേണിയിലാണ്. അതായത് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും അതുപോലെ ആംഗിൾ ക്യൂവും ആംഗിൾ ആറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സെയിം ആയിരിക്കും. വൺ ഓഫ് ദീസ് ആംഗിൾസ് ഈസ് 55 ഡിഗ്രി. ഈ മൂന്ന് ആംഗിൾസ് അതായത് ആംഗിൾ പി, ആംഗിൾ ക്യൂ, ആംഗിൾ ആർ ഇതിൽ ഒരു ആംഗിൾ 55 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ആംഗിൾ ആറും കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആംഗിൾ ക്യൂ നമുക്കറിയാം 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? AB എന്ന ഡയമീറ്ററിൽ നിന്നും വൃത്തത്തിലേക്ക് വരുന്ന ആംഗിൾ എന്തായാലും 90 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് തന്നിട്ടുണ്ട് ആംഗിൾ പിയോ അല്ലെങ്കിൽ ആംഗിൾ ആറോ 55 ഡിഗ്രി ആണെന്ന്. അത് ഏതായിരിക്കും? നമുക്കറിയാം ആംഗിൾ പി എന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടുതലും ആംഗിൾ ആർ എന്നത് 90 ഡിഗ്രിയേക്കാൾ കുറവുമാണ്. അപ്പോൾ ആംഗിൾ ആർ ആയിരിക്കും എന്ത്? 55 ഡിഗ്രി. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ പി ആണ്. നമുക്ക് മറ്റൊരു ഡീറ്റെയിൽ എന്താണ് തന്നിട്ടുള്ളത്? ആംഗിൾ പിയും ആംഗിൾ ക്യൂവും ആംഗിൾ ആറും അരിത്മെറ്റിക് സീക്വൻസിലാണ് അഥവാ സമാന്തര ശ്രേണിയിലാണ്. അതായത് ഇവിടെ 55 ഡിഗ്രി, 90 ഡിഗ്രി, ഈ മൂന്നാമത്തെ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അരിത്മെറ്റിക് സീക്വൻസ് അഥവാ സമാന്തര ശ്രേണിയിലാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? 90 ഡിഗ്രിയും 55 ഡിഗ്രിയും അതുപോലെ ഈ ടേമും 90 ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ സെയിം ആയിരിക്കും. ഇവിടെ 90ഉം 55 ഡിഗ്രിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 90ൽ നിന്ന് 55 പോയാൽ 35 ആണ്. അപ്പോൾ 55 കൂടെ 35 കൂട്ടിയപ്പോഴാണ് നമുക്ക് 90 കിട്ടിയത്. ഇനി 90 കൂടെ വീണ്ടും 35 കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് ടേം കിട്ടും. 90 കൂടി 35 കൂട്ടിയാൽ എത്രയാണ്? 125 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം? മൂന്നാമത്തെ ആംഗിളായ ആംഗിൾ പി എന്നത് എത്രയാണ്? 125 ഡിഗ്രിയാണ്. ഇങ്ങനെയാണ് മൂന്ന് ആംഗിൾസും കണ്ടുപിടിക്കുക. ഇനി മൂന്നാമതായി വന്ന ചോദ്യം, ABCD എന്നത് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്. കാരണം എന്താണ്? അതിന്റെ മൂന്ന് മൂലകളും വൃത്തത്തിൽ തട്ടിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആംഗിൾ CBE 105 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ADC ആണ്. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഇത് AE എന്നതൊരു ലൈൻ ആണ്. അതിൽ ഇത്രയും ആംഗിൾ 105 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും? നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ ആംഗിൾ എത്രയാണ്? 180 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ 180 ഡിഗ്രിയിൽ നിന്നും 105 ഡിഗ്രി കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ ABC കിട്ടും. അപ്പൊ 180ൽ നിന്നും 105 ഡിഗ്രി പോയി കഴിഞ്ഞാൽ എത്രയാണ്?
75 ഡിഗ്രി. അപ്പൊ നമുക്ക് ഈ ആംഗിൾ കിട്ടിയ എത്രയാണ്? 75 ഡിഗ്രിയാണ്. ഇനി സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ പ്രത്യേകത എന്താണ്? അവർ ആംഗിൾ ബിയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 180 ഡിഗ്രി കിട്ടണം. ഇവിടെ ആംഗിൾ ബി എന്നത് 75 ഡിഗ്രി ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ആംഗിൾ ഡി ആണ്, ഈക്വൽ ടു 180 ഡിഗ്രി. ഇനി ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ഡി കണ്ടുപിടിച്ചൂടെ? 180-ൽ നിന്നും 75 പോയി കഴിഞ്ഞാൽ 105 ഡിഗ്രി. അപ്പൊ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഡി സി എന്നത് എത്രയാണ്? 105 ഡിഗ്രിയാണ്. മൂന്നാമത്തെ ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസ് ആൻഡ് ഓൾജിബ്ര. അതിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസ് ആണ് സ്ലൈഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ പാഠത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം. നമുക്കൊരു സീക്വൻസ് തരും. ഒരു എക്സാമ്പിൾ 6, 8, 10 എക്സെട്ര ഇങ്ങനെ ഒരു സീക്വൻസ് തന്നിട്ട് ഇതിലെ ഫസ്റ്റ് 15 ടേംസിന്റെ സമ്മ് കാണാൻ പറയും. അപ്പൊ സമ്മ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സം ഓഫ് ഫസ്റ്റ് n ടേംസ് കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d ആണ്. ഓക്കെ, ഇതില് n നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ സീക്വൻസിന്റെ ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ്. അപ്പോൾ n 15/2 ഇൻറ്റു ഇനി 2 ഇൻറ്റു ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത് ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം എന്താണ്? 6 ആണ്. പ്ലസ് n-1 എന്ന് പറയുന്നത് 14 ഇൻറ്റു ഡി എന്നത് എന്താണ്? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് അടുത്തടുത്ത സംഖ്യകൾ തമ്മിലുള്ള വ്യത്യാസം. 8ഉം 6ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. 10ഉം 8ഉം തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം 2. ഇനി ഇത് സോൾവ് ചെയ്യണം. 15/2 ഇൻറ്റു 2 ഇൻറ്റു 6 12 ആണ്. പ്ലസ് 14 ഇൻറ്റു 2 എത്രയാണ്? 28 ആണ്. ഈക്വൽ ടു 15 ഹരിക്കണം 2 ഇൻറ്റു 12 പ്ലസ് 28 40. ഇനി 40ന്റെ പകുതി എത്രയാണ്? 20. 20 ഇൻറ്റു 15 എത്രയാണ്? 300. അതായത് ഈ സീക്വൻസിലെ ആദ്യത്തെ 15 പദങ്ങളുടെ തുക എന്ന് പറയുന്നത് 300 ആണ്. ഇങ്ങനെയാണ് ഈ ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുക. ഇനി ഇവിടെ വരാൻ സാധ്യതയുള്ള രണ്ടാമത്തെ ചോദ്യം ഒരു സീക്വൻസ് ആണ് 6, 10, 14 എക്സെട്ര. എന്നിട്ട് ചോദിക്കും ഹൗ മെനി കോൺസിക്യൂട്ടീവ് ടേംസ് ഓഫ് ദ സീക്വൻസ് സ്റ്റാർട്ടിംഗ് ഫ്രം ഫസ്റ്റ് ടേം ഗീവ്സ് ദ സം 510 അഥവാ 510. അതായത് നമുക്ക് ഇവിടെ ഈ സീക്വൻസും തന്നിട്ടുണ്ടാവും, സമ്മും തന്നിട്ടുണ്ടാവും. എന്നിട്ട് ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് നമുക്ക് 510 കിട്ടുക? അതായത് നമുക്ക് ഈ ഇക്വേഷനിലെ n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d എന്ന ഈ ഇക്വേഷനിലെ n ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം എന്താണ് ചോദ്യം? ആദ്യത്തെ എത്ര പദങ്ങൾ കൂട്ടിയാലാണ് ഈ സമ്മ് കിട്ടുക എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് ഈ സീക്വൻസിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാം. എങ്ങനെയാണ് അപ്പൊ ചെയ്യുക? സം ഈക്വൽ ടു ഇക്വേഷൻ ആദ്യം എഴുതുന്നു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. അതാണ് നമുക്ക് 510 എന്ന് തന്നിട്ടുള്ളത്. n അതുപോലെ എഴുതി. n ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇൻറ്റു 2 f എത്രയാണ്? ആദ്യ പദം 6 ആണ്. പ്ലസ് n-1 ഇൻറ്റു കോമൺ ഡിഫറൻസ് എത്രയാണ്? 10ൽ നിന്ന് 6 പോയാൽ 4 ആണ്. 14ൽ നിന്ന് 10 പോയാൽ 4 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 4 ഈക്വൽ ടു 510. ഇനി ഈ ഇക്വേഷൻ നമ്മളൊന്ന് സോൾവ് ചെയ്യുകയാണോ? n/2 ഇൻറ്റു 2 ഇൻറ്റു 6 എത്ര? 12 പ്ലസ് n-1 ഇൻറ്റു 4 നമുക്ക് എങ്ങനെ എഴുതാം? 4n-4. അതായത് n ഇൻറ്റു 4 4n ആണ്. -1 ഇൻറ്റു 4 -4 ഈക്വൽ ടു 510 ഈക്വൽ n/2 ഇൻറ്റു 12ൽ നിന്ന് 4 പോയാൽ എത്രയാണ്? 8. 8 പ്ലസ് 4n ഈക്വൽ ടു 510. ഇനി 8 ഇൻറ്റു n/2 എന്ത് വരും? 8n/2 പ്ലസ് 4n ഇൻറ്റു n/2 ഈക്വൽ ടു 510. 8ന്റെ പകുതി എത്രയാ? 4 പ്ലസ് ഇനി 4ന്റെ പകുതി എത്രയാ? 2. n ഇൻറ്റു n സ്ക്വയർ ഈക്വൽ ടു 510. ഈ ഇക്വേഷനെ നമ്മളൊന്ന് കറക്റ്റ് ആയി എഴുതിയാൽ 2n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ ടു 510. 2n സ്ക്വയർ പ്ലസ് 4n ഈക്വൽ ടു 510 എന്നൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം കിട്ടും. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ചാപ്റ്റർ ആണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം. അതിൽ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് n-ന് 2 വാല്യൂസ് കിട്ടും. ആ വാല്യൂസിലെ പോസിറ്റീവ് ആയിട്ടുള്ള ഇന്റീജർ ആയിരിക്കും ഇതിന്റെ ഉത്തരമായിട്ട് വരിക. എങ്ങനെയാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ അഥവാ രണ്ടാം കൃതി സമവാക്യം സോൾവ് ചെയ്യുക എന്നത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന ചാപ്റ്ററിൽ നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ നമുക്ക് സോൾവ് ചെയ്യുന്ന സമയത്ത് 2 വാല്യൂസ് ആണ് കിട്ടുന്നത്. n-ന് 15 എന്നും അതുപോലെ -17 എന്നും. അപ്പോൾ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേംസ് ആണ്. അതൊരിക്കലും നെഗറ്റീവ് നമ്പർ വരില്ല. അതുകൊണ്ട് ഉത്തരം എന്തായിരിക്കും? n ഈക്വൽ ടു 15. ഇനി ഇതുപോലെ സമ്മ തന്നിട്ടുള്ള മറ്റൊരു ചോദ്യം നോക്കാം.
സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പർ ഈസ് 625. വാട്ട് ഈസ് n? ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇവിടെ നമുക്ക് അറിയാം സം ഓഫ് ഫസ്റ്റ് n ഓഡ് നമ്പറിന്റെ സം എന്താണ്? n സ്ക്വയർ ആണ്. അതായത് ഇവിടെ നമുക്ക് n സ്ക്വയർ ആണ് 625 എന്ന് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് n ഈസി ആയി കണ്ടുപിടിച്ചൂടെ? റൂട്ട് 625 എത്രയാണ്? 625ന്റെ റൂട്ട് 25. ഇങ്ങനെയും ചോദിക്കാറുണ്ട്. ഇതുപോലെ സം ഓഫ് ഫസ്റ്റ് n ഈവൻ നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. അങ്ങനെയാണെങ്കിൽ n എത്രയാ? അതുപോലെ തന്നെ സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് 231 ആണ്. അങ്ങനെയാണെങ്കിൽ എന്നിന്റെ വാല്യൂ എന്താണ്? ഇതെല്ലാം നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചാണ് സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യുക. ഇനി നാലാമതായി വരുന്ന ചോദ്യം, സം ഓഫ് ഫസ്റ്റ് n ടേംസ് ഓഫ് എ സീക്വൻസ് ഈസ് n സ്ക്വയർ പ്ലസ് 3n. വാട്ട് ഈസ് ഫസ്റ്റ് ടേം ആൻഡ് കോമൺ ഡിഫറൻസ്? അതായത് സമ്മിന്റെ ബീജഗണിത രൂപം അഥവാ ആൾജിബ്രായിക് ഫോം തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യും? അതിൽ നിന്ന് ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസും കണ്ടുപിടിക്കാൻ പറയും. എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ആൾജിബ്രായിക് ഫോം ഏതാണ്? n സ്ക്വയർ പ്ലസ് 3n ആണ്. ഇവിടെ ആൾജിബ്രായിക് ഫോം ഓഫ് ദ സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് pn സ്ക്വയർ പ്ലസ് qn ആണ്. വേർ p എന്ന് പറയുന്നത് എന്താണ്? കോമൺ ഡിഫറൻസിന്റെ പകുതിയായിരിക്കും. ഇനി q എന്ന് പറയുന്നത് എന്താണ്? f മൈനസ് d/2 ആയിരിക്കും. ഈ ഒരു തിയറം ഉപയോഗിച്ചാണ് ഇത് നമ്മൾ സോൾവ് ചെയ്യുക. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ n സ്ക്വയർ പ്ലസ് 3n ആണ്. ഇതിൽ നിന്ന് നമുക്ക് പിയും ക്യൂവും കണ്ടുപിടിച്ചൂടെ? n സ്ക്വയറിന്റെ കൂടെയുള്ള നമ്പറാണ് p. അപ്പൊ ഇവിടെ n സ്ക്വയറിന്റെ കൂടെ 1 ആണ്. ഇനി എന്നിന്റെ കൂടെയുള്ള നമ്പറാണ് q. എന്നിന്റെ കൂടെ ഇവിടെ ആരാണ്? 3. പിയും ക്യൂവും കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിച്ചൂടെ? p എന്ന് പറയുന്നത് എന്താണ്? d/2 ആണ്. d/2 എന്നത് ഇവിടെ 1 ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ d എന്ന് പറയുന്നത് എന്താണ്? 2 ഈ സൈഡിലേക്ക് പോയാൽ 1 × 2 2. അപ്പൊ കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? 2. ഇനി q എന്ന് പറയുന്നത് നമുക്കറിയാം f മൈനസ് d/2 ആണ്. ഈ ചോദ്യത്തിൽ q എന്ന് പറയുന്നത് 3 ആണ്. f മൈനസ് d എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ f മൈനസ് 2/2 ഈക്വൽ ടു 3. അതായത് f മൈനസ് 1 2/2 1 ആണ് ഈക്വൽ ടു 3. f ഈക്വൽ ടു 3 പ്ലസ് 1 ഈക്വൽ ടു 4. ഒരു ആൾജിബ്രായിക് ഫോം, സമ്മിന്റെ ആൾജിബ്രായിക് ഫോം അഥവാ ബീജഗണിത രൂപം തന്നു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കോമൺ ഡിഫറൻസും ഫസ്റ്റ് ടേമും കണ്ടുപിടിക്കുന്നത്.